ഇന്നലെയാണ് തികച്ചും അപ്രതീക്ഷിതമായി മാധ്യമപ്രവർത്തകരായ സിദ്ദീഖ് കാപ്പൻ്റെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെന്ന പേരിൽ രണ്ടുപേർ എത്തുകയും അതുപോലെ തന്നെ രാത്രി വീട്ടിലേക്ക് എത്തുമെന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം ഒരു 6:20 അടുത്ത സമയത്താണ് 2 പോലീസുകാർ ഇവിടെ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ രാത്രി 12 മണിക്ക് ശേഷം, വളരെ വ്യക്തമായിട്ട് അവർ പറയണം, 12 മണിക്ക് ശേഷം ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ടീം വരും, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവില്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, എന്തിനാണ് ഈ രാത്രി 12 മണിക്ക് ശേഷം വരേണ്ട ആവശ്യം എന്താണ്? ഞാനിവിടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ, പിന്നെ 12 മണിക്ക് ശേഷം വരേണ്ട ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനവർ വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. അപ്പോൾ എൻ്റെ നമ്പർ വാങ്ങി ഞാൻ നമ്പർ കൊടുത്തു. അതിൽ നിന്ന് അദ്ദേഹം തിരിച്ച് എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നമ്പർ എടുത്തിട്ട് പിന്നെ അത്ര പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വക്കീലിന് ഇട്ട് കൊടുത്തു. ദാനിഷ് ഉണ്ട്, മുഹമ്മദ് ദാനിഷ്. അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം ഈ പോലീസുകാരനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്ത് റൂട്ടീൻ ചെക്കിങ്ങിൻ്റെ ഭാഗമാണെന്നാണ്. ശരിക്ക് സാധാരണ ചെക്കിംഗ് എന്ന് പറയുന്നത് രാത്രി 12 മണിക്ക് ശേഷമല്ലല്ലോ. കല്യാണത്തിന് വിളിക്കുന്ന പോലെ രാവിലെ വന്നിട്ട് 6:20 വന്നിട്ട് 12 മണിക്ക് ശേഷം വീട്ടിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. ടീമാണ് വരുന്നത്. അപ്പോൾ അതിന് വഴി കാണിച്ചു കൊടുക്കാനാണ് ഈ മലപ്പുറത്തു നിന്നുള്ള ആൾ കൂടെ കൂട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം വക്കീലിനെ അറിയിക്കുന്നത്. അപ്പോൾ വക്കീൽ പറഞ്ഞ് അങ്ങനെ സംഭവം ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതായത് നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താനാണെങ്കിൽ ഇവിടെ വന്നാൽ മതി, ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, നമ്മോടാണ് സംസാരിക്കുന്നത്. പിന്നെ വേങ്ങര പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബന്ധമുള്ളൊരു പോലീസ് സ്റ്റേഷനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഒരു പോലീസുകാരൻ വരുമ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചറിഞ്ഞ് വീട് ചോദിച്ചറിഞ്ഞ് വരേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് അവർക്കൊണ്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ പോലീസ് സ്റ്റേഷനിലുണ്ട്, അതിൽ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ രാത്രിയിൽ ആൾ വരുന്നുണ്ടെന്ന് പറയാം. അതിൻ്റെ അത്രയേ ഉള്ളൂ, അത്ര ആവശ്യമുള്ളൂ. പക്ഷേ വേങ്ങര പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണോ? ഒരാൾ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആൾ ഇവിടെ വീട്ടിൽ വന്നത്. 3 പേര് വന്നിരുന്നു. ഒരാൾ വണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. ഒരാൾ വേങ്ങര പോലീസ് സ്റ്റേഷനിലുള്ള ആളാണെന്ന് പറഞ്ഞു, ഒരാൾ മലപ്പുറത്ത് നിന്നുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ 12 മണിക്ക് ശേഷം വരേണ്ട ഒരു ആവശ്യം ഇല്ല. പ്രത്യേകിച്ച് ഇതൊരു വീടാണ്, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു മാനസികമായ ഒരു പ്രയാസമാണല്ലോ. എന്നാലും ഞങ്ങൾ രാത്രി 2 മണി വരെ പോലീസിനെ കാത്തിരിക്കുകയാണ്. ഒരു മനുഷ്യന്മാർ ഒരു വീട് ഒന്നായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാമം ഒന്നായിട്ട് പോലീസിനെയും കാത്തിരിക്കുകയാണ്. ആരും വന്നതുമില്ല. ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് നീച്ച ആൾക്കാരാണ്. അപ്പോൾ പോലീസിന് നടപടിക്ക് പ്രേരണക്കാരൻ എന്താണ്, ഇല്ലെങ്കിൽ എന്താണ് ഒന്നും അവർ പറയുന്നില്ല. പഴയ കേസുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. വന്നപ്പോൾ തന്നെ ചോദിച്ചു ഞാൻ, ഇത് ED കേസാണോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും ആണോ അല്ലെങ്കിൽ റെയ്ഡാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, നിങ്ങളുടെ പഴയ കേസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെക്കിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെക്കിങ്ങിന് രാത്രി 12 മണിക്ക് ശേഷം തന്നെ എന്തിനാണ് വരേണ്ട ആവശ്യം? അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢത ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. വീട്ടിൽ മുൻകൂട്ടി വന്ന അറിയിപ്പ് നടത്താറില്ല. അതെ. പക്ഷേ ഇത് എൻ്റെ വിഷയത്തിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് മീഡിയ ഫീൽഡിലുള്ള വ്യക്തിയാണ് ഞാൻ. ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ രാത്രി 12 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കാണുള്ളത്? ഞാൻ ഒളിവിൽ പോയ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് ഒളിവിൽ പോയ ഒരു വ്യക്തിയോ അതിനുശേഷം അറസ്റ്റിലായ ആളോ അല്ല. ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ഡിറ്റൻഷനിലാവുകയും അത് പിന്നീട് പല കേസുകളിലായിട്ട് ചാർത്തുകയും ചെയ്ത ആളാണ്. UAPയും ദേശദ്രോഹവും PMLA കേസ് വരെ ഉണ്ട് എൻ്റെ പേരിൽ. മണി ലോണ്ടറിങ് കേസ് വരെയുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ കേസിൽ മാസത്തിൽ 4 തവണ, 2 കേസിലായിട്ട് മാസത്തിൽ 4 തവണ കോടതിയിൽ ഹാജരാകുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു കേസിൽ 14 ദിവസം കൂടുമ്പോൾ കോടതിയിൽ ഹാജരാവണം. ഞാനോ എൻ്റെ വക്കീലോ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. ആ കേസിൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ വിത്ത് പ്രൊസീഡിങ്സ് വിത്ത് ഹെൽഡാണ്. ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? പ്രൊസീഡിങ്സ് വിത്ത് ഹെൽഡ്. അത് നിർത്തിവെച്ചിരിക്കുകയാണ് കേസ്, എന്താ പറയുക, സാക്ഷികൾ വരാത്തതിൻ്റെ പേരിൽ. അങ്ങനെ പബ്ലിക് ഡൊമൈനിൽ കോടതിൻ്റെ മുൻപിലും പോലീസിൻ്റെ മുന്നിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും അവൈലബിൾ ആയിട്ടുള്ള ആളെ വീട്ടിൽ 12 മണിക്ക് ശേഷം എന്താ പറയുക, കല്യാണത്തിന് ആൾ വരുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇങ്ങനെയുള്ള കേസുകളൊന്നും തന്നെ കേരള പോലീസ് അന്വേഷിക്കുന്ന കേസുകളല്ലേ. പിന്നെ എങ്ങനെയാണ് കേരള പോലീസിൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ബോധ്യപ്പെടുത്തേണ്ടത്, അത് വ്യക്തമാക്കേണ്ടതും കേരള പോലീസാണ്, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു നാടകം എന്നുള്ളത് നമുക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ ആരും വിളിച്ചിട്ടില്ല, ആരും നമ്മളെ വിളിച്ചിട്ടില്ല. ആ വന്നൊരു പോലീസുകാരുണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വക്കീലിന് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. വക്കീലിനോട് പോലും അദ്ദേഹം കുറച്ച് എന്താ പറയുക, ഒരു ശരിയല്ലാത്ത മറുപടികളാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ രീതിയിലുള്ള ഒരു വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് ആരും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല.
ഞാനിവിടെ 24 അവർ ഈ പ്രദേശത്ത് അവൈലബിൾ ആയൊരു വ്യക്തി, വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കേവലം 2.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു വ്യക്തി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കൽ പോലും ഒളിവിൽ പോവാത്ത ആളാണ്. പിന്നെ ഇത് നമ്മളെ ഭയപ്പെടുത്തലാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം പോലും ഈ അറസ്റ്റോട് കൂടി ബോൾഡാവുകയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അയൽപക്കക്കാർ മുഴുവൻ ഇന്നലെ 2 മണി വരെ ഇവിടെ ഈ വീട്ടിലുണ്ട്. ആരെങ്കിലും ഭയപ്പെടുത്തലാണ് ഉദ്ദേശമെങ്കിൽ അത് അവരെ നിർഭയരാക്കുകയാണ് ചെയ്യുന്നത്. രാത്രി 12 മണിക്ക് ഇവിടെ എത്തിയിട്ട് ആരെത്തും എന്നാണ് ഒരു വന്ന പോലീസ്? മലപ്പുറത്ത് നിന്ന് ടീം എന്നാണ് പറയുന്നത്. താങ്കൾ ചോദ്യം ചെയ്യാനാണോ അതോ ഇവിടെ വീട് പരിശോധന? വെറുതെ ചെക്കിംഗ് എന്നുള്ള വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിച്ച് ചെക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ മലയാളീകരിക്കുമ്പോൾ പരിശോധന എന്നൊക്കെ ആക്കുന്നു എന്ന് മാത്രം. ചെക്കിങ്ങിന് വരും എന്നാണ് പറഞ്ഞത്. അയാൾ ഉപയോഗിച്ച വാക്ക് ചെക്കിംഗ് എന്നുള്ള വാക്കാണ്. എന്ത് കാര്യമാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചന ഒന്നും തന്നില്ല. ശരിക്കും ഒരു അയലിലിട്ട് പോവുക എന്ന് പറയും, നമ്മൾ ഒരു കൺഫ്യൂഷൻ ആക്കിയിട്ട് പോവുക എന്നല്ലാതെ ശരിക്കും ഇന്നലെ മുഴുവൻ വെറുതെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഇങ്ങനെ ഒരു എന്താ പറയുക ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുക, ജനങ്ങളോട് മുഴുവൻ ഒരു എന്താ പറയുക ഒരു പ്രകടനം പോലെ ഇങ്ങോട്ട് വരുന്നു, ആളുകളോടൊക്കെ വഴി ചോദിച്ചുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? വേങ്ങര പോലീസ് സ്റ്റേഷനിൽ 2 വർഷമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും ഒപ്പിടുന്ന വ്യക്തിയാണ് ഞാൻ. സുപ്രീം കോടതിയുടെ കണ്ടീഷൻ പ്രകാരം ഒപ്പിടുന്ന നിർദ്ദേശപ്രകാരം 2 വർഷമായിട്ട് എവരി മൺഡേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടിരുന്നു. അതിൽ എനിക്ക് റിലാക്സ് തരുന്നത് സുപ്രീം കോടതിയാണ്. എനിക്ക് ജാമ്യം തന്നത് സുപ്രീം കോടതിയാണ്, ഏതെങ്കിലും കീഴ്ക്കോടതികളല്ല. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് പോലും അല്ല ഇത്. ഇതിലെന്തിനാണ് ഇങ്ങനത്തെ പുകമറ എന്ന് എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. തുടർ നടപടി സ്വീകരിക്കാനോ അല്ല, ഇത് എന്താ പറയുക, നമ്മളൊരു പ്രബുദ്ധ കേരളത്തിന് ഒരു ചേർന്നൊരു പരിപാടിയല്ല എന്ന് മാത്രം. അതായത് ഒരാളോട് ഒരു ഫോൺ കോളിൽ വിളിച്ച് എന്താ പറയുക ചോദിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതെങ്കിലും എന്താ പറയുക പോക്സോ കേസിലെ പ്രതിയോ അല്ലെങ്കിൽ റേപ്പ് കേസിലെ പ്രതിയോ മോഷണ കേസിലെ പ്രതിയോ അല്ല രാത്രി 12 മണിക്ക് വന്നുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാനുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ. ഞാനൊരു മോഷണ കേസിൽ പ്രതിയായ ആളല്ല, റേപ്പ് കേസിലോ പോക്സോ കേസിലോ അല്ലെങ്കിൽ MDMA മറ്റേ ഇങ്ങനത്തെ നാർക്കോട്ടിക് കേസിലൊന്നും പ്രതിയായ ആളല്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ 12 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടാൻ. ഞാൻ 15 വർഷക്കാലം മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. ഇനി എന്നെ ഭയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഞാനതാ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബം എൻ്റെ ജയിൽ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? എൻ്റെ ഈ പ്രദേശത്തുകാർ കിട്ടിയത് ഞങ്ങൾ നിർഭയരായി എന്നുള്ള ഭയം എന്നുള്ള സാധനം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ കൂടുതൽ ഞങ്ങളെ നിർഭയരാക്കുകയാണ്. ഭയപ്പെടുത്താൻ കഴിയില്ല. എനിക്കിതാണ് പറയാനുള്ളത്. ഈ സമൂഹത്തോടുള്ള ഇത് തന്നെയാണ് ഇതന്നെ, ഭയപ്പെടാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും എന്തിനായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആഗമനം, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പുകമറ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തന സിദ്ദീഖ് കാപ്പൻ ഈ ഘട്ടത്തിലും വീണ്ടും ചോദിക്കുന്നതും. അതിന് ഉത്തരം പറയേണ്ടതും കേരള പോലീസ് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.